ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് നമ്മുടെ ഒമ്പതാമത്തെ ചാപ്റ്റർ, കൾച്ചറൽ ചേഞ്ചസ് അല്ലെങ്കിൽ സാംസ്കാരിക മാറ്റം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് വൺ വേർഡുകൾ പ്രധാനമായിട്ട് പഠിക്കണം. ഇതെല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, കാരണം മലയാളത്തിൽ ഇതേ ടേംസുകളായതുകൊണ്ട് തർജ്ജമ ചെയ്താത്തതാണ് കേട്ടോ. നോക്കൂ, ബ്രഹ്മസമാജ് ഒരു ഓർഗനൈസേഷനാണ്. ഇത് ആരാണ്, മീൻസ് ഒരു സോഷ്യൽ റിഫോം മൂവ്മെൻ്റ് ആണ് ബ്രഹ്മസമാജ്. ആരാ ഫോം ചെയ്തത്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ് ഫോം ചെയ്തത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി പ്രാർത്ഥനാ സമാജ് ആരാണ് ഫോം ചെയ്തത്? റാനഡയാണ് കേട്ടോ. റാനഡയാണ് പ്രാർത്ഥനാ സമാജ് ഫോം ചെയ്തത്. ഇനി അതുപോലെ അലിഗഡ് മൂവ്മെൻറ്റ് ആരാണ് ഫോം ചെയ്തത്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് മൂവ്മെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് ദ സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഇത് എഴുതിയത് വീരേശലിംഗം. ഫുൾ നെയിം വരുന്നത് കണ്ടുകീറി വീരേശലിംഗം എന്നാണ്. നിങ്ങൾ വീരേശലിംഗം എന്ന് മാത്രം പഠിച്ചാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. വീരേശലിംഗം എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദ സോഴ്സസ് ഓഫ് നോളജ് ഇത് ചോദിച്ചിട്ടുണ്ടേ. ദ സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്? വീരേശലിംഗമാണ്. ഒന്നുകൂടി പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം മീഡിയംകാർ ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്, പ്രാർത്ഥനാ സമാജ് ഫോം ചെയ്ത റാനഡയാണ്, അലിഗഡ് മൂവ്മെൻറ്റ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ, ദ സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് എഴുതിയതാരാണ്? വീരേശലിംഗമാണ്. അത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. ഇനി അടുത്ത് വരുന്നത് ഒരു വൺ വേർഡ് ആണ്. പൂനെയിൽ ആദ്യമായി ഗേൾസ് സ്കൂൾ, ഞാൻ മംഗ്ലീഷായിട്ട് എഴുതിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പൂനെയിൽ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്, മീൻസ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഗേൾസ് സ്കൂൾ കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? പൂനെയിലാണ് കൊണ്ടുവന്നത്, ജ്യോതിബ ഫുലെയാണ്. ഇത് PYQയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്കൂൾ നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിതമായത് പൂനെയിലാണ്. ആരാ കൊണ്ടുവന്നത്? ജ്യോതിബ ഫുലെ ആയിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു വൺ വേർഡ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഹൂ ഫോട്ട് അഗെയിൻസ്റ്റ് പർദ. അതായത് നമ്മുടെ പർദ, ഓക്കെ, പർദ വ്യവസ്ഥയ്ക്കെതിരെയൊക്കെ അല്ലെങ്കിൽ ആ പർദ സിസ്റ്റത്തിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത സോഷ്യൽ റിഫോമറാണ് ജഹനാറ ഷാനവാസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ജഹനാറ ഷാനവാസ് ആണ് പർദ. അപ്പോൾ പർദ, ജഹനാറ ഷാനവാസ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ്എ ടോപ്പിക്കുകളാണ് എല്ലാം. സാൻസ്ക്രിതൈസേഷൻ, സംസ്കൃതവൽക്കരണം, ഇത് മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ സാൻസ്ക്രിതൈസേഷനും അതുപോലെ തന്നെ അതിൻ്റെ വിമർശനങ്ങൾ, ക്രിറ്റിസിസംസ് കൂടി പഠിക്കണം. അതുകൂടി ചേർത്താണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സാൻസ്ക്രിതൈസേഷൻ, സംസ്കൃതവൽക്കരണം, വിമർശനങ്ങൾ ഉൾപ്പെടെ, ക്രിറ്റിസിസംസ് ഉൾപ്പെടെ 8 മാർക്ക് ലെവലിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി വെസ്റ്റേണൈസേഷൻ അഥവാ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് 8 മാർക്കിന് അഥവാ ചോദിച്ചില്ലെങ്കിൽ ഒരു 6 മാർക്ക് റേഞ്ചിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. വെസ്റ്റേണൈസേഷൻ ആണ് കേട്ടോ. വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഇനി അടുത്ത് വരുന്നത് മോഡേണൈസേഷൻ ആൻഡ് സെക്യുലറൈസേഷൻ, ആധുനികവൽക്കരണവും മതേതരവൽക്കരണവും. ഇതും ഒരു എസ്എ ടോപ്പിക്കാണ്, മോഡേണൈസേഷനും സെക്യുലറൈസേഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസ്ക്രിതൈസേഷനാണ്. അത് കഴിഞ്ഞ് വെസ്റ്റേണൈസേഷൻ, പിന്നെയാണ് ഇത് വരുന്നത്. അപ്പം എന്തായാലും പറ്റുന്നവരെല്ലാം ഇത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ സാൻസ്ക്രിതൈസേഷൻ അത് സ്കിപ്പ് ചെയ്യരുത്. ക്രിറ്റിസിസംസ് ഉൾപ്പെടെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി നമുക്ക് വരുന്നതാണ് 10ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു വൺ വേർഡ് ഉണ്ട്. നോക്കൂ, ഹൂ റോട്ട് ദ ആർട്ടിക്കിൾ ദ വൺലി വേ ഇൻ ഹരിജൻ. അതായത് മലയാളം ഞാൻ പറഞ്ഞുതരാം. ഹരിജൻ പത്രത്തിൽ ദ വൺലി വേ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എഴുതിയത് ആരായിരുന്നു? ഓക്കെ, ഗാന്ധിജിയാണ് കേട്ടോ. ദ വൺലി വേ, ഹരിജൻ. ഓക്കെ, ഗാന്ധിജിയാണ്. ഇനി നോക്കൂ, ഹയസ്റ്റ് കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഉയർന്ന കോടതി ഏതാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോർട്ടാണ് ഇന്ത്യയിലെ ഉയർന്ന കോടതി, ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത്. ഇനി അതെ, ഒരു എസ്എ ടോപ്പിക്കാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് എവിടെ നോക്കൂ, ഇത് രണ്ടും ചേർത്താ ചോദിക്കുക. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറ്റിയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ചോദിക്കാറുണ്ട്. അപ്പോൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ എഴുതേണ്ടത് 73rd പേന പറ്റുന്നില്ലല്ലോ 73rd 74th അമെൻമെൻറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ആ അമെൻമെൻറ്റ്സും പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ വന്നു എന്ന് പറയുക. പിന്നെ പഞ്ചായത്തിൻ്റെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും പറയണം. അതായത് മലയാളത്തിൽ പഞ്ചായത്തി രാജ് എന്ന് തന്നെയാണ് പറയണേ. പിന്നെ പഞ്ചായത്തിൻ്റെ അധികാരവും ചുമതലകളും എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊരു എസ്എ ടോപ്പിക്കാണ്, 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. അഥവാ 8 മാർക്കിന് വന്നില്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഈ അധികാരവും ചുമതലകളും ഉണ്ടല്ലോ, ഇത് മാത്രമായിട്ടൊരു 6 മാർക്കിനോ 5 മാർക്കിനോ അങ്ങനെയും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട്
പോവരുത്, ഉറപ്പായിട്ടും പഠിച്ചിട്ട് തന്നെ പോവുക. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ പഞ്ചായത്തിൻ്റെ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും. ഇനി ഒരു 2 മാർക്ക് ലെവലിൽ ചോദിക്കുക അല്ലെങ്കിൽ 3 മാർക്ക് രീതിയിൽ ചോദിക്കുന്നതാണ് ന്യായ പഞ്ചായത്ത്. ന്യായ പഞ്ചായത്തുകൾ എന്താണ്, അതുപോലെ തന്നെ വനപഞ്ചായത്തുകൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് 2 മാർക്ക് രീതിയിൽ എന്താണ് ഡെഫിനേഷൻ എന്നുള്ളത് നോക്കിയിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ പ്രഷർ ഗ്രൂപ്പ് അഥവാ സമ്മർദ്ദ സംഘങ്ങൾ, അതും 2 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ പഠിച്ചിട്ട് പോകാം. ന്യായ പഞ്ചായത്ത്, വനപഞ്ചായത്ത്, സമ്മർദ്ദ സംഘങ്ങൾ അഥവാ പ്രഷർ ഗ്രൂപ്പ്സ്.